നമസ്കാരം. വെട്ടുക്കിളികളെ പോലെ നടിമാരുടെ പിന്നാലെ നടക്കുന്ന യൂട്യൂബർമാർ എന്ന് പറയുന്ന, ശരിക്കും പറഞ്ഞാൽ നാറികളെന്നാണ് പറയാൻ. ആലോചിക്കുമ്പോഴൊക്കെ ഞാൻ മറ്റൊരു കാര്യം ആലോചിക്കാറുണ്ട്. ഇപ്പം ഞാനും മുഴുവൻ സമയ യൂട്യൂബറാണല്ലോ, ആ കാറ്റഗറിയിലാണല്ലോ എന്നെ അറിയുന്നത് എന്ന് അതാലോചിക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ നാണം തോന്നാറുണ്ട്. യവന്മാർ കാണിക്കുന്ന വങ്കത്തരങ്ങളും പൊങ്ങച്ചങ്ങളും അലവലാതിത്തരങ്ങളും ഒക്കെ കാണുമ്പോൾ ഞാനും അതിലാണല്ലോ ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഞാൻ സ്വയം സമാധാനിക്കും. ഞാൻ ഒരുത്തിയുടെയും പിന്നാലെ ഒരു ഫോണും പിടിച്ച് ചായ കുടിച്ച ചേച്ചി, സാരി മാറ്റിയ ചേച്ചി, മറ്റവനെ നല്ല 4 തെറി പറ ചേച്ചി എന്നൊന്നും പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് ഞാൻ നടക്കുന്നില്ല. അതുകൊണ്ട് എന്നാലും ഞാൻ പറയുന്നു, ഒരു ശല്യം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും ഈ വെട്ടുക്കിളികൾ. ഇപ്പോൾ ഈ വെട്ടുകിളികളെ കുറിച്ച് ഞാൻ പറയാൻ കാരണം, സത് സ്വഭാവത്തിൻ്റെ മൂർത്തരൂപമായ മലയാള സിനിമയിലെ ഒരു സീരിയൽ അമ്മാവി നടി മുഖ്യമന്ത്രിക്ക് വീഡിയോയിലൂടെ പരാതി കൊടുത്തിരിക്കുന്നു. അങ്ങനെയും കൊടുക്കാമെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്തെല്ലാം നമ്പറുകളെന്ന് ആലോചിച്ച് നോക്കൂ. മേക്കപ്പൊക്കെ അഴിച്ചു മാറ്റി തേങ്ങി കരഞ്ഞുകൊണ്ട് എന്നെ ജീവിക്കാൻ അനുവദിക്കൂ. 30-40 യൂട്യൂബർമാർ എൻ്റെ പുറകെ നടന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്തിനാണ് അവരെന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഞാനും ജീവിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യഭാമ കരഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി അയച്ചിരിക്കുക. അങ്ങെങ്കിലും എന്നോടൊപ്പം നിൽക്കൂ. അത് കേൾക്കേണ്ടത് അവസ്ഥ. ചിലപ്പോൾ മുഖ്യമന്ത്രി ചാടി ഇറങ്ങും. ആരവിടെ? എൻ്റെ കൊച്ചിനെ കരയിച്ചതാര്? അവളൊരു പെണ്ണല്ലേ, അവളെ കരയിക്കാമോ? പിടിയവനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങേരും ഇറങ്ങുമായിരിക്കും. പക്ഷേ അങ്ങേർക്ക് അറിയില്ലല്ലോ ഈ കരഞ്ഞുകൊണ്ട് ഡയലോഗ് അടിക്കുന്ന സ്ത്രീയുടെ ഗുണവധികാരം. ഫസ്റ്റ് കക്ഷിയാണ്. അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ് തന്നെ വീണ്ടും പറയുന്നു, ഒരു ശല്യം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും ഈ വെട്ടുക്കിളികൾ. എയർപോർട്ടിലൊരു ബാഗ് തൂക്കി നിൽക്കുന്ന മലയാളത്തിലെ ഐശ്വര്യ റായ് ചേച്ചി ഗൾഫിൽ പോയിട്ട് എന്ന് വരും? അത് തീരുമാനിച്ചിട്ടില്ല. അവർ 20 ദിവസമാണ് ചോദിച്ചത്. ഒരു ഹോട്ടലിനെ പറ്റി ചർച്ച ചെയ്യാനാണ്. ഇവളാര് പള്ളിക്കെടുത്ത് പോകാത്ത ഇവളാണ് ചർച്ച ചെയ്യാൻ പോണേ. കേട്ടാൽ തോന്നി MBA കാരിയാണെന്ന്. മാർക്കറ്റിങ്ങും HR ഒക്കെ എടുത്തൊരു MBA കാരിയാണ് ഈ പോണേന്ന് തോന്നുന്നു. ഞാനൊരു 10 ദിവസം അനുവദിക്കും. കാരണം ഞാനിവിടെ ഭയങ്കര തിരക്കാണല്ലോ. ഏറിയാൽ 15 ദിവസം. 15 ദിവസത്തെ ബുക്കിങ്ങേ ഇപ്പോൾ ആയിട്ടുള്ളൂ. ബാക്കി 5 ദിവസം കൂടെ ഏവനെങ്കിലുമൊക്കെ ബുക്ക് ചെയ്താൽ ഞാൻ 20 ദിവസം കഴിഞ്ഞ് വരേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മതി. പറയണ കേട്ടാൽ അംബാനിയുടെ അദാനിയുടെയൊക്കെ എന്താ പറയുക, ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന ആളാണെന്ന് തോന്നുന്നു. അതുപോലെ ഗൾഫിൽ ചെന്ന് മലയാളികൾക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. ഹോട്ടൽ തുടങ്ങേണ്ടത് എങ്ങനെ, ഹോട്ടൽ വിജയിപ്പിക്കേണ്ടത് എങ്ങനെ, ബാറിൽ ഡാൻസ് കളിപ്പിക്കേണ്ടത് എങ്ങനെ, ഓരോരുത്തരുടെ വിറ്റെടുക്കേണ്ടത് എങ്ങനെ, ഇതൊക്കെ ചർച്ചയ്ക്ക് പോകണമെന്ന് തോന്നുള്ളൂ. പറയണ കേട്ടാൽ ഒരു പുല്ലുമല്ല, ശരീരം വിൽക്കാൻ പോകുന്നതാണ്. അതിൻ്റെ പുറകെ ഈ വെട്ടുകിളികൾ എങ്ങനെ അറിയുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലൊക്കെ ചെന്ന് ഇവർ കുത്തിയിരിക്കുമായിരിക്കും രാവിലെ മുതൽ. ആരെങ്കിലും ഒരു ഇര വന്ന് ചാടും. വന്നിറങ്ങുകയോ വന്ന് പോവുകയോ ഒക്കെ ചെയ്യുന്ന ഒരുത്തിയെ പിടിക്കാതെ പറഞ്ഞായിരിക്കും പോയിരിക്കുന്നത്. എന്നാലും കഷ്ടമാണ് കേട്ടോ ഈ പയ്യന്മാരുടെ കാര്യം. അവിടെ പോയി കുത്തിയിരിക്കണ്ടേ എയർപോർട്ടിൽ? ഞാൻ പലപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമാണ്, ഇവരെങ്ങനെ അറിയുന്നു എന്നുള്ളതാണ്. ഇവരെങ്ങനെയൊക്കെ അറിയുന്നുണ്ട്, അതാണ് പ്രശ്നം. ഈ വെട്ടുകിളികളെ നിലയ്ക്ക് നിർത്തി എൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന് ഒരു അമ്മാവി നടി മുഖ്യമന്ത്രിക്ക് കണ്ണീരിൽ കുതിർന്ന പരാതിയായി വീഡിയോയായി പരസ്യമായി കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം സൈബർ സെല്ലിന് കൈമാറി വന്നിരിക്കുന്നുണ്ട്. വേറെ പണിയില്ല എന്ന് വിചാരിച്ചാൽ നല്ലത് അദ്ദേഹത്തിന്. സ്ത്രീ ശാക്തീകരണം എന്ന ഒറ്റ ചിന്തയിൽ ജീവിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി ഈ പരാതി കണ്ടിട്ട് കരഞ്ഞോണ്ട് സൈബർ വിങ്ങിനെ വിളിച്ചിട്ട് 900 സൈബർ കുറ്റങ്ങൾ ചെയ്യുന്ന വെട്ടുകിളികളെ പൊക്കാൻ ഓർഡർ ഇടുകയോ ഈ അമ്മായിയെ പിടിച്ച് വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കുമോ എന്നൊക്കെയാണ് എൻ്റെ ആശങ്ക. അതും ചെയ്തോളയും, അതാണ് പ്രശ്നം. കാരണം അദ്ദേഹം സ്ത്രീ ശാക്തീകരണമാണല്ലോ പ്രധാന മുദ്രാവാക്യം. ജനപിന്തുണ കൂടാൻ ഈ അമ്മായി നടി പറഞ്ഞ പരാതിയിൽ കയറി പിടിക്കണം എന്നെങ്ങാനും നമ്മുടെ മുഖ്യമന്ത്രിക്ക് ബുദ്ധി ഉദിക്കുമോ അല്ലെങ്കിൽ തോന്നിക്കളയുമോ എന്ന പേടി സത്യമായും എനിക്കുണ്ട്. ആരാ ഈ അമ്മായി? കുറച്ച് പുറകിലേക്ക് പോവാം. ഞാൻ മദ്രാസിൽ ചെല്ലുന്ന കാലം ഊഴത്തിനാണ് ഞാൻ ആദ്യമായിട്ട് പോയത്. പിന്നെ പുറപ്പാട്, എഴുന്നള്ളത്ത്, കാവടിയാട്ടം എന്നൊക്കെ പറഞ്ഞ് കുറേ സിനിമകൾക്ക് പോയി. വെണ്ടർ ഡാനിയൽ. അപ്പോൾ ഞാൻ മദ്രാസിൽ പോയാൽ കോടപ്പക്കത്തുള്ള ഉമ്മാൽ ലോഡ്ജിലാണ് എനിക്ക് റൂം തരാറ്. നല്ല മുറി തരും.
അവിടെയാണ് എൻ്റെ പൊറുതി. ഒരുപാട് സിനിമാക്കാർ അവിടെ താമസിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും സിനിമയിലെ ടെക്നീഷ്യന്മാർ, മലയാള സിനിമയിലെ ടെക്നീഷ്യന്മാർ ഏറെക്കുറെ. അവിടെ വെച്ചാണ് ലാൽ ജോസിനെയും ദിലീപിനെയൊക്കെ ഞാൻ ആദ്യമായി കാണുന്നത്. സന്ധ്യ ആവുമ്പോൾ എല്ലാ സന്ധ്യയ്ക്കും 2 സിനിമാക്കാർ എന്നും ഉമ്മയിൽ വരും. സിനിമാക്കാർ എന്ന് പറയുമ്പോൾ അഭിനയിക്കുന്നവരെന്ന് വിചാരിക്കണം, ശബ്ദം കൊടുക്കുന്നവരാണ്. മമ്മൂട്ടിക്ക് ആദ്യമായി ശബ്ദം കൊടുത്ത ആൾ എന്നതിലാകണം വന്നവരിൽ ഒരാളെ ചൂണ്ടി പറയുമ്പോൾ അതിശയത്തോടെ ഞാൻ അയാളെ നോക്കിയിരുന്നുണ്ട്. മമ്മൂട്ടിക്ക് ആദ്യമായി ശബ്ദം കൊടുത്ത ആൾ, ഞാൻ അതിശയത്തോടെ അയാളെ നോക്കി ഇരുന്നിട്ടുണ്ട്. ഈ 2 പേരും ഉറ്റ ചങ്ങാതിമാരാണ്, പിരിയാത്ത ചങ്ങാതിമാർ. വെള്ളമടിച്ചാലും വ്യഭിചരിച്ചാലും ഡബ്ബിങ്ങിന് പോയാലും എല്ലാം ഒറ്റക്കെട്ടായി നടക്കുന്നവരാണ് ഇവർ 2 പേരും. ഇവർ 2 പേരും ചേർന്ന് എൻ്റെ മുറിയിൽ മണിക്കൂറുകളോളം ഇരിക്കും. എനിക്ക് ഒരുപാട് മദ്രാസിലെ നാറിയ കഥകളും നല്ല കഥകളും ഒക്കെ പറഞ്ഞു തന്ന സിനിമയുടെ ഇവർ 2 പേരായിരുന്നു. ആകപ്പാടെ എനിക്ക് നഷ്ടമെന്ന് പറയുന്നത് പോകാൻ നേരത്ത് ഒരു 100 രൂപ ഒരിക്കലും തിരിച്ചു തരാത്ത രീതിയിൽ കടം ചോദിക്കും. ഒരു 100 രൂപ വരുമോ, 2 ദിവസം തരാമെന്ന് പറയും. അപ്പോൾ നമുക്കറിയാം അത് കിട്ടില്ല. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും കേൾക്കും, ഒരു 100 രൂപ തരുമോ, മറ്റേ പൈസയുടെ കൂടെ തരാം. കിട്ടില്ല എന്നറിയാമെങ്കിൽ ഞാൻ കൊടുക്കും. കാരണം എനിക്ക് സിനിമാ രംഗത്ത് നിന്നും കിട്ടുന്ന അറിവ്, ഇവർ പറഞ്ഞു തരുന്ന കഥകൾ അതിശയത്തോടെ കേട്ടിരിക്കാമല്ലോ. ചാരിത്ര്യ പ്രസംഗം നടത്തുന്ന കുറേ നടികളുടെയും ഡബ്ബിംഗ് രംഗത്തെയും കഥകൾ ഇവർ 2 പേരുമാണ് എനിക്ക് ആദ്യമായി തെളിവ് സഹിതം പറഞ്ഞു തന്നത്. പേര് പറയാനൊന്നും ഒരു മടിയില്ലാത്തവരാണ്. തിരുവനന്തപുരത്തുകാരനായ, മരിക്കുന്ന സമയത്ത് കൊച്ചിയിൽ ജീവിച്ച, സിനിമാക്കാരനായത് തന്നെ പെണ്ണ് പിടിക്കാനാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സംവിധായകൻ്റെ വീരശൂര പരാക്രമ കഥകളും, അയാൾ ഒരു ഡബ്ബിണിയെ ഉപയോഗിച്ചതും, പിന്നെ ഒരിക്കൽ ഈ ഡബ്ബിണി സംവിധായകനെ പരസ്യമായി പിടിച്ചതിന് തല്ലിയതും ഒക്കെ ഞാൻ ഈ 2 പേരിൽ നിന്നാണ് ആദ്യമായി കേട്ടത്. ഇതിലൊരാൾ അവിവാഹിതനാണ്, കല്യാണം കഴിച്ചിട്ടില്ല, കല്യാണപ്രായമൊക്കെ കഴിഞ്ഞു. മറ്റേയാൾ വിവാഹിതനും കുഞ്ഞുകുട്ടി പരാധീനത ഉള്ള ആളുമാണ്. ചില ദിവസങ്ങളിൽ വരുമ്പോൾ കറുത്ത നിറമാണെങ്കിലും ക്യൂട്ടായ ഒരു പെൺകുട്ടിയെ കൂടി, ഫ്രോക്കൊക്കെ ഇട്ട ഒരു പെൺകുട്ടിയും കൂടി ഇവരുടെ കൂടെ ഉണ്ടാവും. അത് ഈ പറഞ്ഞ മമ്മൂട്ടിക്ക് ശബ്ദം കൊടുത്ത ആളിൻ്റെ മകളാണ്. വർഷങ്ങൾക്ക് ശേഷം ഈ അവിവാഹിതനായ ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടനുമായ ആൾ എന്നെ വിളിക്കുന്നു, എനിക്കൊന്ന് കാണണം ദിനേശ് സാർ. അപ്പോൾ എനിക്ക് സ്റ്റുഡിയോ ഉണ്ട്, വൈകുന്നേരം സ്റ്റുഡിയോയിലേക്ക് വരാൻ പറഞ്ഞു, വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു. അയാൾ വന്നു, കൂടെ ഒരു പട്ടുസാരി ഉടുത്ത ഒരു തടിച്ചി പെൺകുട്ടി. ഈ വന്നു കയറിയത് മുതൽ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവരൊരു വലിയ തടിച്ച ആൽബവുമായിട്ടാണ് ആ സന്ധ്യയ്ക്ക് എന്നെ കാണാൻ വന്നത്. അത് മേശപ്പുറത്ത് വച്ചു. എൻ്റെ വിവാഹം കഴിഞ്ഞു സാർ, ഇതാണ് വധു. അപ്പോൾ അവൾ നാണം അഭിനയിച്ച് കാണിച്ചു. എൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ ആ വന്നയാൾ വളരെ കൂളായിട്ട് പറഞ്ഞു, സാർ തല പോയിഞ്ഞ് ആലോചിക്കൊന്നും വേണ്ട, ഇവൾ താങ്കളുടെ റൂമിൽ എന്നോടൊപ്പവും എൻ്റെ സുഹൃത്തിനോടൊപ്പം വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആ വന്ന എൻ്റെ സുഹൃത്തിൻ്റെ മകളാണിത്. ഞാൻ ഞെട്ടി. ഒന്നിച്ച് മദ്യപിച്ചിരുന്ന, ഒന്നിച്ച് വ്യഭിചരിച്ചിരുന്ന, ഒന്നിച്ച് വ്യഭിചാര കഥകൾ പറഞ്ഞിരുന്ന സ്നേഹിതൻ്റെ മകൾ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. മകളുടെ പ്രായമേ ഉള്ളൂ. സാറിപ്പോൾ ചിന്തിക്കുന്നത് മകളായി കാണേണ്ടവളെ ഭാര്യയാക്കിയോ എന്നല്ലേ? ഇവളെ ഞാൻ രക്ഷപ്പെടുത്തിയതാണ് സാറേ. ഇവക്കൊരു മുസ്ലിം ചെറുക്കനുമായിട്ട് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു. സ്നേഹമെന്നാണ് പുറത്ത് പറയുന്നത്, അല്ല, അതിനപ്പുറവും ബന്ധമുണ്ടായിരുന്നു സാറേ, പ്രേമം. ഇവളുടെ അച്ഛനമ്മമാർ അത് അംഗീകരിച്ചില്ല. വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി സാറേ. ഇവളുടെ ജീവന് തന്നെ ആപത്താണ് എന്ന് ഇവൾ എന്നെ വിളിച്ച് പറഞ്ഞു. ഒരുപാട് കരഞ്ഞു. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ഞാനിങ്ങ് വിളിച്ചോണ്ട് പോന്നു, തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോന്നു. എന്ത് പറയാൻ പറ്റും മറുപടി? ഞാനെല്ലാം കേട്ടിരുന്നു. സന്ധ്യ കഴിഞ്ഞതിനാൽ എൻ്റെ സ്റ്റുഡിയോയുടെ അടുത്തൊന്നും ചായ പോലും കിട്ടില്ല. ഞാൻ അക്കാര്യം തുറന്നു പറഞ്ഞു. അത് കുഴപ്പമില്ല സാർ, താങ്കളെ എവളെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഞാനിപ്പോൾ കൊണ്ടുവന്നത്. പിന്നെ ഈ ആൽബവും ചുവന്നുകൊണ്ട് വന്നത് ഞാനവളെ അടിച്ചുകൊണ്ട് വന്നതല്ല എന്ന് തെളിവിന് വേണ്ടിയാണ്. സാറിൻ്റെ സുഹൃത്ത് ചിലപ്പോൾ അന്വേഷിച്ച് വരും,
വന്നാൽ സാറിനോട് ഇല്ലാ കഥകൾ പലതും പറയും. അതാ ഞാൻ ഈ തെളിവുമായിട്ട് വന്നത് എന്ന്. ഞാൻ അറിയാതെ അയാളെ നോക്കി ചിരിച്ചു. അത് കണ്ട് ആ പെൺകുട്ടിയും ചിരിച്ചു. അവളുടെ ഭർത്താവിൻ്റെ മുഖത്ത് എന്നാൽ ചിരി ഉണ്ടായിരുന്നില്ല. ഇവളുടെ തന്തയെ പേടിയുള്ളതുപോലെ എനിക്ക് തോന്നി. ഞാൻ അവരെ ആശംസകൾ നേർന്ന് യാത്രയാക്കി. ഒരുപാട് നേരം ഇയാൾക്ക് ഇതിൻ്റെ വല്ല കാര്യമുണ്ടോയെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. കാരണം അച്ഛൻ്റെയും മകളെയും പ്രായമേ ഉള്ളൂ. അങ്ങനെ അച്ഛൻ്റെയും മകളെയും പ്രായമുള്ള നിങ്ങൾക്കറിയില്ല, ആചാര്യന്മാരായിരുന്ന നമ്മുടെ KT മുഹമ്മദും അതുപോലെ തിരുവനന്തപുരത്തൊരു നാടക എഴുത്തുകാരനും സംവിധായകനും ഒക്കെ ആയിരുന്ന ഒരാളും ഒക്കെ എന്താ പറയുക, പ്രായം ഓർക്കാതെ കല്യാണം കഴിച്ചതിൽ തിക്താനുഭവങ്ങൾ ഉണ്ടായ ആളുകളാണ്. അപ്പനാവാൻ പ്രായമുണ്ട് അയാൾക്ക്. സിനിമാ നഗരത്തിൽ ഒന്നിച്ച് കുത്തൊഴിഞ്ഞ ജീവിതം നയിച്ച സുഹൃത്തുക്കളിൽ ഒരുവൻ മറ്റവൻ്റെ മകളെ അടിച്ചുകൊണ്ട് പോയി ഭാര്യയാക്കി ജീവിക്കുക. പിന്നീട് അറിഞ്ഞത് മുസ്ലിം ചെറുക്കനുമായി പ്രണയം മാത്രമല്ല മറ്റെന്തൊക്കെയോ ബന്ധം ഈ കുട്ടിക്കുണ്ടായിരുന്നു എന്നാണ്. പ്രായപൂർത്തിയാകും മുമ്പേ തുടങ്ങിയ കലാപരിപാടികളായിരുന്നു. പറയാൻ മറന്നു, ഈ ശൈശവ വിവാഹം നടത്തിയ ആളിൻ്റെ പേര് നിർമ്മൽ എന്നായിരുന്നു. ഞാൻ ഏഷ്യാനെറ്റിനായി ചെയ്ത കുടുംബവിളക്ക് മുതലുള്ള അടുപ്പമാണ് എനിക്ക് അയാളോടുള്ളത്. അതിലൊരു വലിയ വേഷം അയാൾ ചെയ്തിരുന്നു. തലസ്ഥാനത്ത് അയാൾ എത്തിയ കാലം മുതൽ നല്ല സുഹൃത്തുക്കളായിരുന്നു എന്ന് പറയാം. കോടമ്പക്കത്ത് വച്ച് പറഞ്ഞ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ഒരു കഥകളും, ഒരു കമ്പി കഥകളും തിരുവനന്തപുരത്ത് താമസം മാറ്റിയപ്പോൾ അയാൾ എന്നോട് പറഞ്ഞിട്ടേയില്ല. ഇവിടെ എത്തിയപ്പോൾ എന്താണെന്നോ, അയാളൊരു സ്വയം അകലം വിട്ടു. അയാളൊരു ആക്ടറും ഞാനൊരു സംവിധായകനും എന്നുള്ളൊരു ഗ്യാപ്പ് എനിക്ക് തന്നിരുന്നു.